ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നിത്യകല്യാണി ചെടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിത്യകല്യാണി അഥവാ വിൻഗ, ഇതിനെ പണ്ടത്തെ ആൾക്കാരൊക്കെ അധികം ശ്രദ്ധിക്കാതെ ഇട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിനെ ശ്രദ്ധിക്കാതിരിക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു പേര് തന്നെയാണ് ശവന്നാറി. പേര് പോലെ തന്നെ ഇത് ശവപ്പറമ്പിലും സെമിത്തേരിയിലൊക്കെ ഒത്തിരി തനിയെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചെടി നിങ്ങൾ ഉപേക്ഷിക്കില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം അഥവാ നമ്മുടെ നിത്യകല്യാണിയുടെ ശാസ്ത്രീയ നാമം കാതരാന്തസ് റോസസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് ആൾക്കാർ ഹൈബ്രിഡായിട്ടുള്ള ചെടികളാണ് കൂടുതൽ ഇപ്പോൾ വാങ്ങി വയ്ക്കാറുള്ളത്. ഞാൻ എപ്പോൾ ഗാർഡനിൽ പോയിരുന്നാലും ഈ വിൻകയുടെ വൈറ്റാണ് അവിടെ ഉണ്ടാവാറുള്ളത്. വിൻക അധികം ഇവിടെ ചിലവാകുന്നില്ല എന്ന് പറഞ്ഞാണ് ആരും വാങ്ങാത്തത്. പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് ഒത്തിരി പല പല ചെറിയ ചെറിയ നഴ്സറികളിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കാണുന്നില്ല, ഇതൊക്കെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരുപാട് നിത്യകല്യാണിയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാരിപ്പോൾ പല നിറത്തിലുള്ളത് ഒരുമിച്ച് വെച്ച് വളർത്തുന്നുണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ എൻ്റെ ഗാർഡനിൽ ഇതിൻ്റെ 3 കളറുണ്ട്. ഡാർക്ക് ലാവൻഡർ കളറും വൈറ്റും പിന്നെ ഡാർക്ക് പിങ്കുമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ചെടി ഞാനിപ്പോൾ എൻ്റെ ഗാർഡൻ ഫുള്ളും ഒന്ന് സ്പ്രെഡാക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. കാരണം ഫ്ലവറിങ് പ്ലാന്റ്സ് നല്ല കുറവാണ്. ഞാനിപ്പോൾ വാങ്ങി വെച്ചിരുന്നാലും എന്നെക്കൊണ്ട് ലീഫി പ്ലാന്റ്സാണ് കൂടുതലും എനിക്ക് കയ്യിൽ വരുന്നത്. മുല്ല, പിച്ചി, ജമന്തി അങ്ങനെയുള്ള നാടൻ ചെടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരും. അല്ലാതെ ഒരുപാട് പരിപാലിക്കേണ്ട ചെടികളൊന്നും എനിക്ക് നന്നായിട്ട് വരാറില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള നാടൻ ചെടികൾ കൂടുതൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുള്ള 3 കളറാണ് കേട്ടോ. ഇത് വിൻകയുടെ 3 കളർ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള 3 കളറാണ് കേട്ടോ. ഇത് 3 കൂടെ ഒരുമിച്ച് വയ്ക്കുന്നത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് നല്ല ഒരു പോട്ടിംഗ് മിക്സ് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. തേയിലപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന തേയിലപ്പൊടി, ബനാന പീല്, അതുപോലെ തന്നെ ഇഞ്ചിയുടെ തോട്, ഇതെല്ലാം നന്നായിട്ട് വെയിൽ കാണിക്കണം. വെയിൽ കാണിച്ച് ഉണക്കിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ചിലരൊക്കെ അങ്ങനെ കൊണ്ടുവന്നിടും, ചെടി ചീഞ്ഞ് പോവും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് വെയിൽ കാണിച്ച് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെടികളിൽ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ അതിന് ഫംഗസ് ബാധ ഉണ്ടായി വേരിൽ നിന്ന് ചീയലുണ്ടായി ചെടികൾ നശിച്ചു പോകും. ഇത് എനിക്ക് കിട്ടിയ ഒരു പാഠമാണ്. ഫസ്റ്റൊക്കെ ഞാനത് അങ്ങനെ കൊണ്ടുവന്ന് ചെടികൾക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സിന് ഉപയോഗിക്കാറുണ്ട്. പിന്നീടാണ് അതെനിക്ക് 2-3 പ്രാവശ്യം അനുഭവം കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ കോക്കോപീറ്റും അതുപോലെ തന്നെ 3 പ്രാവശ്യം ഞാൻ കഴുകി അത് ഉണക്കിയതിന് ശേഷമാണ് പോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകും. അതുകൊണ്ട് കോക്കോപീറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. അതുമല്ല, പിന്നെ കൗഡങ്, നമ്മുടെ ചാണകപ്പൊടി, ഒരിക്കലും പച്ച ചാണകപ്പൊടി ചെടികളിൽ ഏതൊരു ചെടികളിലും നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കരുത്. ചെടി ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചാണകപ്പൊടി നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അതുമാത്രമല്ല, എംസാൻഡ്, മണൽ കിട്ടാത്തവർക്ക് എംസാൻഡ് ഉപയോഗിക്കാം. എംസാൻഡ് ഏറ്റവും നല്ലൊരു മാധ്യമമാണ് കേട്ടോ. ചെടിക്ക് നല്ല രീതിയിൽ വേരോട്ടം കിട്ടാൻ വേണ്ടി മണ്ണിലൊഴിക്കുന്ന വെള്ളം തങ്ങി നിൽക്കാതെ താഴേക്ക് പോകാനും ഈ മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എംസാൻഡ്, അത് കഴിഞ്ഞിട്ട് ഗാർഡൻ സോയിൽ. ഇതിനെല്ലാം ഞാൻ ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെടികൾക്ക് ഫംഗസ് ബാധ ഉണ്ടാവാതിരിക്കാനും ചെടികളിൽ വേരൊക്കെ നന്നായിട്ടുണ്ടാവാനും ഈ മഞ്ഞൾപ്പൊടി സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരു കട്ടിങ്ങാണ് വെക്കുന്നതെങ്കിൽ, ചെടിയുടെ കട്ടിങ്സാണ് വെക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ ടിപ്പ് ചെയ്തിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചെടി ചീഞ്ഞ് പോവില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സാഫ് ഞാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ ഓർഗാനിക് എന്ന് പറയുമ്പോൾ ഫുള്ള് ഓർഗാനിക് ആവണമല്ലോ.
അപ്പോൾ സാഫ് ഉപയോഗിച്ചിട്ട് ഇത് ഓർഗാനിക്കാണെന്ന് പറയുമ്പോൾ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കറ്റാർവാഴ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ ഞാൻ എൻ്റെ ഗാർഡനിലെ എല്ലാ ചെടികളും പ്രൊപ്പഗേഷനും ഉപയോഗിക്കാറുള്ളൂ. കട്ടിങ്സിനായിരുന്നാലും ഈ ഒന്നിൽ കറ്റാർവാഴയിൽ ടിപ്പ് ചെയ്യും, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ കേട്ടോ. ഇനി ഇത് ഞാൻ നേരത്തെ പോയി എടുത്തുകൊണ്ട് വന്നില്ലേ നമ്മുടെ വിൻഗയുടെ ബേബി പ്ലാന്റ്സ്, അതിനെയും മണ്ണിലേക്ക് ഞാൻ വെച്ചു. അപ്പോൾ ഇത് ഏത് കളറാണെന്നോ എനിക്കറിയില്ല ബേബി പ്ലാന്റ്സ്. അതിന് വാങ്ങിയതിന് ശേഷം ഞാനതിൻ്റെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അത്ര നിസ്സാരക്കാരല്ല നിത്യകല്യാണി. അർബുദത്തിൻ്റെ ചികിത്സയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന നല്ല ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഈ സുന്ദരിക്കുട്ടിയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ഇതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിഞ്ഞത് തൊട്ട് എനിക്കിതിനെ ഒരു അത്ഭുതം ആയിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ പല അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കും ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ ദൈവമെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുക, ചെടികളെ സ്നേഹിക്കുക. ഓക്കെ, താങ്ക് യു.